ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ആരാ ഫോണില്? അത് ഞാൻ ജോണിമോനെ വിളിച്ചതാ, പക്ഷേ കിട്ടുന്നില്ല. ജോണിമോൻ? അയ്യോ, തൊട്ടില് താരാട്ടുപാടി ഉറക്കാൻ പറ്റിയ പ്രായമല്ലേ? നീ നിന്റെ അമ്മയും കൂടിയാ അവൻ ഈ അവസ്ഥയിലാക്കിയത്. ഒറ്റ ദിവസം എന്റെ കൈ കിട്ടിയാ മതി, ശരിയാക്കി തരാൻ ഞാൻ. ഗൾഫിലുണ്ടായ ജോലിയും കളഞ്ഞ് നാട്ടിൽ വന്ന് ബിസിനസ് ചെയ്യാൻ നടക്കുന്നു. വിഡ്ഢി. അവൻ നന്നാകുന്ന എന്റെ മനസ്സ് പറയണേ. നന്നാവും. ദേ, നിങ്ങളുടെ രണ്ടുപേരുടെ ഈ താരാട്ടുപാടൽ നിർത്തിയ അവൻ നന്നാവും. അല്ലെങ്കിലേ ഞാൻ പറഞ്ഞ മരുന്ന് നടക്കും. ഒന്നുകിൽ നന്നാവും, അല്ലെങ്കിൽ അതോടെ അധോഗതിയാവും. എന്തിനാ അവനെ വിളിക്കുന്നത്? അല്ല, അമ്മയ്ക്ക് ഇന്നലെ നല്ല പനിയാർന്ന് പറഞ്ഞു, അതറിയാനാ. അത് അവനെങ്ങനെ അറിയാനാ? അവനിപ്പോ നാട് കണ്ടാൻ ഇറങ്ങിയിട്ടുണ്ടാവില്ലേ? വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിന്റെ മാറ്റ് ചൂളയിലൂടെയും എന്ന പോലെ മനുഷ്യന്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു. സുഭാഷിതങ്ങൾ 27-ാം അധ്യായം 21-ാം വാക്യം. ആ, പിന്നെ ചിലപ്പോ നിന്റെ സ്വർണം കുറച്ച് പണയം വെക്കേണ്ടി വരും. അല്ല, നിന്റെ കൈ കിടന്ന വളയന്തി? ഓ, ഞാനത് ഊരി വെച്ചിരിക്കയല്ലേ. എവിടെങ്കിലും പോകുമ്പോഴല്ലേ ഞാനത് ഇടാറുള്ളൂ. ആ, ശരി. എടാ, ഇതാണ് കൃത്യനിഷ്ഠ. എന്തിനേയും ഏതിനേയും വെട്ടിപ്പിടിച്ച് കീഴടക്കാനുള്ള ഒരു വ്യഗ്രത. ഇതാണ് ഒരു ബിസിനസ്മാന് വേണ്ടത്. ഈ സ്മാർട്ട്നെസ് നിന്നെ ഉയരങ്ങളിൽ എത്തിക്കുമെന്നതിന് ഒരു സംശയമില്ല. ആർക്ക് സംശയമില്ലെന്ന്? ആർക്കെന്നോ? എടാ, എനിക്കെടാ. എനിക്ക് നല്ല സംശയമുണ്ട്. ഉയരങ്ങളിലേക്ക് എത്തുമെന്നല്ല, എപ്പോ തലയും കുത്തി താഴെ വീണ് തകർന്ന് തരിപ്പണമാവുമെന്ന്. കാലത്തെ വരും ബാഗും തൂക്കി മനുഷ്യനെ പ്രാന്തിരിപ്പിക്കാൻ. എടാ, ഒരു മിനി ബിൽഗേറ്റ്സ് ആവേണ്ട ജോണി മത്തായിയുടെ വായിൽ നിന്നാണോ ഞാൻ ഈ ആത്മവിശ്വാസം 7 അലത്തൂടെ പോയിട്ടില്ലാത്ത ഈ വാക്കുകൾ കേൾക്കുന്നത്? എടാ, ഞാൻ പറയാൻ പോകുന്ന പുതിയ ബിസിനസ് കേട്ടാ നീ ഞെട്ടും. പുതിയ എന്തെങ്കിലും ഐഡിയ പറഞ്ഞാ നിന്നെ ഞാൻ ഞൊട്ടും. എന്താണ് ഇത്? കൂൺ കൃഷി, ഹോൾസെയിൽ പച്ചക്കറി, ജൈവ പച്ചക്കറി. മതിയായി നിന്റെ വാക്കും കെട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടേ. മാനക്കേട്, നാണക്കേട്, കടക്കിടി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടാ, ഐഡിയകൾ കേട്ട മാത്രയില് ചാടി ഇറങ്ങി ചെയ്യരുത്. അതെങ്ങനെ എവിടെയാന്നൊക്കെ സ്റ്റഡി ചെയ്തിട്ട് വേണം ചെയ്യാൻ. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നെ ചീത്ത വിളിക്കാനും വഴക്ക് പറയാനാണോ നീ ഇവിടെ വന്ന് കൃത്യമായി കാത്തുന്നത്? അല്ല, എൻ്റെ ഒരു കീറാമുട്ടി പ്രശ്നത്തിനെ നീ പരിഹാരം കാണണമെന്ന് പറയാൻ. നിനക്ക് കീറാമുട്ടി പ്രശ്നം എങ്കിൽ അതൊന്ന് കേൾക്കണല്ലോ. നീ പറയ്. കേൾക്കുക മാത്രമല്ല, നീ പരിഹാരം കണ്ടിട്ടേ പോവാവൂ. നീ പറയ്. എടാ, പ്രസംഗ മത്സരം കാഴ്ചവെക്കാതെ നീ കാര്യം പറയടാ. എടാ, നീ എനിക്കൊരു 12,000 രൂപ കടം തരൂ. 18,000 രൂപ? ഒന്ന് പോടാ അവിടുന്ന്. ഇവന്റെ ഒരു കാര്യം. അയ്യോ, 18,000 രൂപ? അതെന്താ, നീ 18,000 രൂപ ആദ്യമായിട്ട് കേൾക്കണം? കേക്കല് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞ
ഇത്രയും കാശ് ഒരുമിച്ച് കണ്ടിട്ട് ഒരുപാട് നാളായി. നീ തമാശ വിട്, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞത്. ഞാനേ തമാശയല്ല പറഞ്ഞത്, കാര്യമായിട്ടാ പറഞ്ഞത്. എന്താണ് ഇത്ര വലിയ കീറാമ്പുട്ടി പ്രശ്നം? പറയ്. എടാ, നീ എന്റെ പെങ്ങളറിയില്ലേ? പിന്നെ മോളി ചേച്ചിയല്ലേ, ഞാൻ അറിയില്ലേ? എന്താടാ, വല്ല ഹോസ്പിറ്റൽ കേസാണോ? എടാ അതൊന്നുമല്ല. പിന്നെ എന്റെ പെങ്ങളുടെ കയ്യിലേ ഒരു വള ഞാൻ വാങ്ങി പണയം വെച്ചിരുന്നു. ഓ, ഇതാണ് ഇത്ര വലിയ കാര്യം. ഞാൻ വിചാരിച്ചു വല്ല ജപ്തി നോട്ടീസും വന്നിരിക്കുന്നു. എടാ, പെങ്ങളോട് പറഞ്ഞു നിൽക്കാവുന്നല്ലേ ഉള്ളൂ. നീ ഇത് നിസ്സാരമായിട്ട് കാണരുത്. ഞാനിപ്പോ പെങ്ങളെ കണ്ട് വരുന്ന വഴിയാ. അലസമായ കരം ദാരിദ്ര്യം വരുത്തിവെക്കുന്നു, സ്ഥിരോത്സാഹിയുടെ കൈ സമ്പത്ത് നേടുന്നു. സുഭാഷിതങ്ങൾ 10-ാം അധ്യായം 4-ാം വാക്യം. എന്താടോ, എന്ത് പറ്റി? എന്തിനാ കരയുന്നത്? വിടങ്ങോട്ട്. നിനക്കറിയില്ലേ ഞാൻ നിനക്കറിയണെന്ന്? ഇല്ല. എടാ, എന്റെ ഈ കയ്യിന്ന് ഊരി തന്ന വളയുടെ കാര്യമല്ല ഓർമ്മയുണ്ടോ? പിന്നെ എനിക്ക് ഓർമ്മയില്ലാതെയാണോ? ഓർമ്മയുണ്ടായാ മാത്രം മതിയോ? നീ എനിക്ക് എടുത്തു തരാന്ന് പറഞ്ഞിട്ടിപ്പോ 1 വർഷം ആവാൻ പോവല്ലേ? അത് തരണോന്ന് നിനക്ക് വല്ല വിചാരമുണ്ടോടാ? വിചാരമില്ലാഞ്ഞിട്ടല്ല, അതുപോലെ തന്നെ കാശും വേണ്ട കയ്യില്. എന്തിനാണ് ഇങ്ങനെ കയ്യിലിരിക്കുന്ന കാശും മുടക്കി അറിയാത്ത പണിക്ക് പോണത്? കൂണ് കൃഷി, പച്ചക്കറി. കളിയാക്കണ്ട. എന്തെങ്കിലും ഞാൻ പച്ച പിടിക്കും. അപ്പോ നിങ്ങൾ മനസ്സിലാക്കും എന്റെ ബുദ്ധിയും കഴിവും. ആ, എല്ലാ പ്രാവശ്യത്തെ പോലെ ഇങ്ങനെ കൊണ്ട് കളയാനേ ഞാൻ സമ്മതിക്കില്ല. ഇതെങ്ങാനും അളിയൻ അറിഞ്ഞാലുണ്ടല്ലോ, എന്റെ ശവം വീഴുവിടെ. ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോ മാലയും വളയും കമ്മലും എല്ലാം ഊരിത്തന്ന് നിന്നെ വഷളാക്കുന്നതേ ഞാനാന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഉണ്ടായ പുകിലൊന്നും നിനക്കറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ആ കമ്മല് ആ അർബൻ ബാങ്കിലെ മാനേജർ ഇത്ര പെട്ടെന്ന് വിൽക്കുന്ന് ഞാൻ വിചാരിച്ചാ. ഇനി ബാങ്ക് മാനേജർക്കാ കുറ്റം. പണയം വെച്ചാലേ പലിശയും മുതലും കൊടുക്കാതെ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാതിരുന്ന അവര് വെറുതെ ഇരിക്കോ? എനിക്കൊന്നും കേൾക്കണ്ട. ആ വള എത്രയും പെട്ടെന്ന് എനിക്ക് എടുത്തു തരണം. പോരാത്തതിന് ഇന്ന് രാവിലെ കൂടി പോകുന്നതിന് മുമ്പ് ചിലപ്പോ നിന്റെ സ്വർണം കുറച്ച് പണയം വെക്കേണ്ടി വരുമെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ എവിടെ നിന്നെടുത്ത് കൊടുക്കാൻ എന്റെ ദൈവമേ? സംഗതി കേട്ടിടത്തോളം സീരിയസാ. നീ അളിയന്റെ നോട്ടപ്പുള്ളിയായ സ്ഥിതിക്ക് ആരോടെങ്കിലും ഒരാളോട് കടം ചോദിക്കാന്ന് വെച്ചാ ആരോട്? ഒരാളോടല്ലടാ, മറിച്ച് പലരോട് ചോദിച്ചാലോ? എന്ന് വെച്ചാ നീ ചോദിച്ചാൽ തരുമെന്ന് ഉറപ്പുള്ള കുറച്ചുപേരുടെ ലിസ്റ്റ് റെഡിയാക്ക്. ബാക്കി ഞാൻ പറയാം. ആ, ഹലോ. ആ, ഓക്കെ സാറേ. മനുഷ്യന്റെ കാൽവയ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത്. തന്റെ വഴി തന്നെത്താൻ ഗ്രഹിക്കാൻ മർത്യന് കഴിയുമോ? സുഭാഷിതങ്ങൾ 20-ാം അധ്യായം 24-ാം വാക്യം. ഞാൻ പറഞ്ഞു റെഡിയാക്കിയിട്ടുണ്ട്. അത് പിന്നെ സാറേ, ഞാൻ പാർട്ടിയോട് പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ആ, അത് പിന്നെ സാറ് വേണ്ട വിധത്തിൽ പറഞ്ഞോ? ഞാനെല്ലാം പാർട്ടിയോട് പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇല്ല സാറേ. ആ, ഓക്കെ, ഞാൻ വിളിച്ചോളാം സാറേ. ഓക്കെ സാറേ, ഓക്കെ. ആ, എന്തായി, ലിസ്റ്റ് റെഡിയാ?
ആ കിഷോർ, പിന്നെ തങ്കച്ചൻ. തങ്കച്ചൻ പക്ഷെ കാശിറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ആള് ഭയങ്കര അർക്കീസാ. കുറച്ച് ബുദ്ധിമുട്ടിയാലെന്താ, നിന്റെ കാര്യം നടന്നാ പോരെ. അടുത്തത് ഭരതൻ. ചെറിയ സംശയമുണ്ട്, അവന്റെ വീട് പണി അടയ്ക്കുന്നു. ശ്ശെ, എടാ നെഗറ്റീവ് പറയല്ലേ. വല്ല കമ്പിയോ മെറ്റലോ സിമെന്റോ ഇറക്കാൻ പറ്റിയിരിക്കുന്ന കാശുണ്ടാവില്ലേ, അതിന്ന് അഡ്ജസ്റ്റ് ചെയ്യാലോ. പിന്നെന്താ അടുത്താരാ? പാട്രിക്, സൈമൺ, മോഹൻ. ആഹാ, ഇത് കൊള്ളാല. ഇത്ര ആളുകൾ സഹായിക്കാനുള്ള നീയാണോ ഇങ്ങനെ ടെസ്റ്റ് പഠിച്ചിരുന്നിരുന്നത്? ആ വിളിച്ചോ, കിഷോറിനെ വിളിക്കും. ആ കിഷോറെ, ഞാനാടാ ജോണി. ആ പറയടാ. എടാ നീ എനിക്ക് കുറച്ച് പൈസ കടന്നു തരണം. പൈസയോ? ആ കുറച്ച് രൂപയെ. കുറച്ച് രൂപയെന്ന് പറഞ്ഞാൽ വല്ല 300 500 വല്ലതും ആണോ? എടാ എൻ്റെ കയ്യിലും ഉണ്ടാവില്ലടാ. ഒരു 100 രൂപയും പോക്കറ്റിലിട്ടുണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാ. അത് തീർന്നു കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ പോകും. പിന്നെ വീട്ടിൽ കിടന്നൊരു ഒറ്റ ഉറക്കോ, പിന്നൊന്നും അറിയണ്ടല്ല. അല്ലടാ അത്. ആ അപ്പം ശരിയടാ, ഓക്കെ. പിന്നെ ഇനിയിപ്പോ എന്തി? ഏയ്, നീ നിരാശനാവല്ലേ. അടുത്ത ആളെ വിളിയടാ, തങ്കച്ചനെ. എടുക്കുന്നില്ല. നീ സമയം കൊടുക്കടാ. ആ എടുത്തു. ആ. ഹലോ. എടുത്തു ഹലോയാ? അതെന്ത് ഹലോയാടാ? അല്ല, അത് നീ ഫോൺ എടുത്തെന്ന് പറഞ്ഞതാ. ആരോട്? അത് ഞാൻ എന്നോട് തന്നെ. എന്താടാ അപ്പ വിളിച്ചത്? എടാ നീ എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം. കുറച്ച് കാശേ. കുറച്ച് കാശെന്ന് പറഞ്ഞാൽ എത്രയാ? ഒരു 18,000 രൂപ. എന്താടാ ഫോണിൽ വിളിച്ചിട്ട് കോമഡി പറയണ? കോമഡി അല്ലടാ, കാര്യമാ. ഒരു ബാങ്ക് ജപ്തിയുടെ കാര്യാ. ഹലോ ഹലോ ഏയ്, ഇത് കൊടുത്താൽ കിട്ടുന്ന കാര്യം സംശയമാണ്. ഹലോ 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 ഹലോ. ആ ഹലോ. അയ്യോ, എൻ്റെ അടുത്ത് 2000 രൂപ കാണൂ. സ്പീക്കർ അത് ഞാനൊരു അത്യാവശ്യത്തിന് വെച്ചിരിക്കണ. അതിൽ നിന്ന് വേണമെങ്കിൽ ഒരു 1800 രൂപ തരാം. അത് വൈകാതെ തിരിച്ചു തരണം. എന്താ, അത് മതിയോ? മതി, അതെങ്കിൽ അത് മതി. ബാക്കി ഞാൻ ആരോടെങ്കിലും ചോദിച്ചോളാം. 2 ആഴ്ച കഴിയുമ്പോൾ എനിക്ക് തിരിച്ചു തരണോട്ടാ. തരാം. എങ്കിൽ ഇപ്പൊ തന്നെ ഇട്ടേക്കാം. എൻ്റെ അടുത്ത് അവൻ്റെ കളി. എടാ മോനെ ജോണി, ചോദിച്ചത്രയും കാശി ഞാൻ തന്ന് സഹായിച്ചാനെ. പക്ഷെ നിന്നെ എനിക്ക് അത്ര വിശ്വാസമില്ല. സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ ഭോഷനാണ്. ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. സുഭാഷിതങ്ങൾ 28-ാം അധ്യായം 26-ാം വാക്യം. എടാ തങ്കച്ച, എന്താടാ മുഖത്തൊരു വല്ലായ്മ? ATM കാശില്ലെന്ന്. എടാ അപ്പുറത്തെ ജംഗ്ഷനിലെ ATM പോയി നോക്ക്, അവിടെ കാശുണ്ടാവും. അതല്ലെന്ന്, അക്കൗണ്ടിൽ കാശില്ല. അല്ല നീ എന്താ ചിരിക്കണത്? അല്ല, അക്കൗണ്ടിൽ കാശില്ലാതെടുത്ത് കാശെടുക്കാൻ പോയ നിന്നെ സമ്മതിക്കണം. ആര് പറഞ്ഞു എന്റെ അക്കൗണ്ടിൽ കാശില്ലെന്ന്? അല്ല, നീയല്ലേ ഇപ്പൊ പറഞ്ഞത് അക്കൗണ്ടിൽ കാശില്ലെന്ന്? അതല്ലെന്ന്, മനുഷ്യനെ പ്രാന്താക്കുക. എന്റെ അക്കൗണ്ടിൽ കാശുണ്ട്, പക്ഷെ ATM എടുക്കാൻ ചെന്നപ്പോ അത്രയും കാശ് എന്റെ അക്കൗണ്ടിൽ ഇല്ലെന്ന്. നീ ഇനി വേറെ ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ചെയ്താ കൊടുത്തു. അത് പക്ഷെ ഒരു 1800 രൂപ. 10,26,000 രൂപ അക്കൗണ്ടിലുണ്ടേ. അതിൽ നിന്ന് ഒരു 1800 രൂപ പോയാൽ ഒരു 10,24,000 രൂപ അക്കൗണ്ടിൽ കാണണ്ടേ? അക്കൗണ്ടിൽ കാശുണ്ടായിട്ടും ATM ക്യാഷ് കാണിക്കുന്നില്ലെങ്കിൽ നീ ഒരു പണിയായി നേരിട്ട് ബാങ്കിൽ ചെന്ന് ചോദിക്കും. അല്ല, ഇതിപ്പോ സമയം കഴിയാറായല്ല. നീ ഒരു പണിയായി നാളെ രാവിലെ അല്ലേ? നാളത്തേക്കാ? ആ, ഇത് ഇപ്പൊ തന്നെ ചെന്നുകളയല്ല. എങ്കിൽ വേഗം ചെല്ലടാ. ഇത് 1-2 രൂപയുടെ കാര്യമല്ല. എടാ, ഇത്രയും നല്ല കൂട്ടുകാരനെയാണോ നീ അർക്കീസ് എന്ന് വിളിച്ചത്?
ഹോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലടാ. ഏ? ഉം. അല്ലെങ്കിൽ ഞാൻ അവനെ അർക്കീസിന്ന് വിളിക്കുവോ? 1800 ഇടൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 18,000 ഇട്ടിരിക്കുന്നത്. ഉം. ഇപ്പൊ തന്നെ അവനെ വിളിച്ചൊരു നന്ദി പറയണം. അത് വേണ്ട. ഏ? എന്തറിയോ, ആദ്യം തന്നെ നിന്റെ ആ വള എടുത്തതേ, ആ വള നീ നിന്റെ പെങ്ങൾക്ക് കൊണ്ടു കൊടുക്ക്. അതിനുശേഷം മതി ഈ നന്ദി പറച്ചിലും മറ്റും. അതെന്താ? അത് ഒന്നും ഉണ്ടായിട്ടല്ല, അത് പിന്നെ അതാ നല്ലതെന്ന് എന്റെ മനസ്സ് പറയുന്നു. ദാ പിന്നെ ഏത് പിടിച്ചോ, എന്താ ഇത്? 2000 രൂപയുണ്ട്. നിന്റെ ഐഡിയാണ് ഈ പരിപാടി വിജയിപ്പിച്ചത്. ഓ, വേണ്ടായിരുന്നു. ഇരിക്കട്ടെ. ആ നീയും വാ പെങ്ങളുടെ വീട്ടിലേക്ക്. ഏയ് അത് വേണ്ട, ഞാൻ ആ കടവിൽ വെയിറ്റ് ചെയ്തോളാം. ശുദ്ധഗതിക്കാരൻ എന്തും വിശ്വസിക്കുന്നു, ബുദ്ധിമാൻ ലക്ഷ്യത്തിൽ തന്നെ ശ്രദ്ധ വയ്ക്കുന്നു. സുഭാഷിതങ്ങൾ 14-ാം അധ്യായം 15-ാം വാക്യം. നീ പോയിക്കളയരുത്, വൈകുന്നേരം നമുക്കൊന്ന് പോകേണ്ടതാണ്. ഓക്കെ ഓക്കെ ഓക്കെടാ. സാറ് പോവുകയാണ്? അതെ, അല്ല ബാങ്ക് ടൈം കഴിഞ്ഞാ? കഴിഞ്ഞല്ലോ. ഇപ്പൊ സമയം 5:15 അയ്യോ, എന്തു പറ്റി? അല്ല എനിക്കൊരു കാര്യം അറിയാണ്ടായിരുന്നേ. എന്താ? ഇനി ക്യാഷ് എടുക്കാനോ ഇടാനോ അതുപോലെ എന്തെങ്കിലും ആണെങ്കിൽ ഇന്ന് നടക്കില്ല, നാളെ നടക്കൂ. എൻ്റെ പൊന്നു സാറേ, എൻ്റെ അക്കൗണ്ടിലേ 26,000 രൂപ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 1,800 രൂപ എൻ്റെ ഒരു കൂട്ടുകാരന് ഗൂഗിൾ പേ വഴി ഇട്ട് കൊടുത്തു. എന്നിട്ട് അത് കഴിഞ്ഞ് എനിക്കൊരു 15,000 എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ATM കയറി. ATM കാർഡ് ഇട്ട് ക്യാഷ് എടുക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. രക്ഷയില്ലെന്ന് വെച്ചാ? ക്യാഷ് കിട്ടുന്നില്ല സാറേ. എങ്കിൽ പിന്നെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കാൻ പാടില്ലായിരുന്നോ? അത് ഞാൻ ചെക്ക് ചെയ്തില്ല. 1,800 കഴിച്ച് ബാക്കി 24,200 രൂപ ബാലൻസ് ഉണ്ടാവുമല്ലോ. വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടാവും, അത് ചെക്ക് ചെയ്ത് അറിയാമല്ലോ. വേറൊരു ആക്ഷനും എൻ്റെ ഈ അക്കൗണ്ടിൽ നടന്നിട്ടില്ല. ഇത് കണ്ടോ, എൻ്റെ ഒരു സുഹൃത്തിന് 1,800 രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരിടപാടും ഞാൻ ഇതിൽ നടത്തിയിട്ടില്ല. പിന്നെ പണമില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അത് ബാങ്കിൻ്റെ കുഴപ്പമല്ലേ. സുഹൃത്തിന് എത്ര അയച്ചു എന്നാ പറഞ്ഞത്? 1,800. ചങ്ങാതി, ഇത് 1,800 അല്ല, പിന്നെ നിങ്ങൾ അയച്ചിരിക്കുന്നത് 18,000 രൂപയാ. എവിടെ? 1,8,0,0,0. ഇത് 3,0 ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്കാണ് മിസ്റ്റേക്ക് പറ്റിയിരിക്കുന്നത്. ഇതിന് ബാങ്ക് എന്ത് ചെയ്യാനാ? എളുപ്പം സുഹൃത്തിനെ വിളിച്ച് കാര്യം പറയും. തങ്കച്ചൻ. തങ്കച്ച, എടാ വളരെ ഉപകാരമോടാ. എടാ കൂട്ടുകാരെന്ന് പറഞ്ഞ ഇതാണ്. ഇങ്ങനെ സഹായിക്കാൻ ഒരു കൂട്ടുകാർക്കും കഴിയില്ല. നീ ഒന്ന് നിർത്തിയേ. എടാ ഞാൻ സഹായിച്ചൊന്നുമല്ല. അത് നിന്റെ എളിമ. എടാ എൻ്റെ വായിക്കണവനെ കേൾക്കട്ടാ നീ. എടാ ജോണി, 1,800 എന്നത് 18,000 എനിക്ക് മാറിപ്പോയതാണെന്ന്. അതുകൊണ്ട് ആ കൂടുതൽ തന്ന കാശി എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു തരണം. ഹലോ 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 എടാ ജോണി, ഹലോ ഹലോ ഹലോ. എന്നാൽ അവരെ ഭയപ്പെടേണ്ട, എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, നിഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയില്ല. മത്തായി 10-ാം അധ്യായം 26-ാം വാക്യം. ഹലോ ഹലോ പറ്റിയില്ല. എടാ എനിക്കൊരു അബദ്ധം പറ്റിയടാ. എടാ ഞാൻ കേട്ട് നീ ആ കേഷ്യർ ജേക്കബ് സാറായിട്ട് സംസാരിക്കണതും ഇപ്പൊ ഈ ജോണിയായിട്ട് ഫോണിൽ സംസാരിക്കണതും എല്ലാം ഞാൻ കേട്ടു.
എടാ സൂക്ഷിക്കണ്ടടാ, ഈ ജോണി എന്നോടും കാശ് കടം ചോദിച്ചാ ഞാൻ കൊടുത്തില്ല. അല്ല, കൊടുത്തില്ല എന്നുള്ളതല്ല, എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു കൊടുക്കാൻ. എടാ അപ്പൊ എന്റെ 18,000 കാര്യം? എടാ നീ അതിപ്പോ ഒരു കാര്യം ചെയ്താൽ മതി. ഈ ജോണിനെ വിളിച്ചതുകൊണ്ടാ, ജോണിനെ പോയി കണ്ടതുകൊണ്ടാ ഇതിനൊരു പ്രതിവിധി ഉണ്ടാകാൻ പോണില്ല. പിന്നെ നീ ആ ജോണിയുടെ അളിയൻ ഒരു ജോർജ് ചേട്ടനുണ്ട്, അയാളെ പോയി കണ്ട് സംസാരിച്ചു കഴിഞ്ഞാ ഇതിനൊരു തീരുമാനം ഉണ്ടാവും. പുള്ളിക്കാരൻ ആള് നീറ്റ. നീ ധൈര്യമായിട്ട് ചെല്ലടാ. എന്നാ ശരിയടാ. ഇല്ലടാ, ഞാനൊരു സാധനം വന്നിരിക്കും. ജപ്തി എന്നൊക്കെ കേട്ടപ്പോഴേ ഞാൻ വരുമ്പോ അത് ഞാൻ കൊടുത്തു പോയതാണ്. അല്ല, എനിക്ക് പറ്റിയ അബദ്ധമാണ്. ആ ബാങ്കിലെ ക്യാഷർ പറഞ്ഞപ്പോഴാണ് ഞാൻ ഫോണിൽ ശ്രദ്ധിക്കണത്. നീ ട്രൈ ചെയ്ത് നോക്ക്. തങ്കച്ചന്റെ പൈസ ഞാൻ തരാം. ആ ഇതുപോലെ ഓരോന്ന് കുടുംബത്തിലുണ്ടായ പിന്നെ എന്ത് ചെയ്യും? അതെ, അവന് പറ്റിയ ഓരോ കൂട്ടുകാരും എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ ശരിയാക്കി കളയും ഞാൻ. ഓരോ കുഴപ്പങ്ങളുണ്ടാക്കി നടക്കുന്നവൻ. ഫോൺ ഓഫ് ചെയ്ത് വയ്ക്കുന്നതാണ് ധനലാഭത്തിന് നല്ലത്. പെങ്ങളെ പെങ്ങളെ പെങ്ങളെ, ഇത് എവിടെ പോയി കിടക്കുന്നു? എന്താടാ? ഇങ്ങോട്ട് വാ പെങ്ങളെ. എന്താടാ? എന്താണ് കാര്യം? പറ നീ. ആ കൈ ഇങ്ങോട്ട് നീട്ടിയേ, ഇത് പിടിച്ചേ. ഇനി ഇതിന്റെ പേരിൽ എന്റെ പെങ്ങളുടെ ശവം ഇവിടെ വീഴണ്ട. എന്റെ പൊന്നു മോനെ, നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. ചേട്ടൻ എപ്പോ ഒരു നോർത്ത് ടെൻഷൻ അടിച്ച് നിൽക്കായിരുന്നു ഞാൻ. ഞാൻ പറഞ്ഞില്ല പെങ്ങളെ, എന്തെങ്കിലും ഞാൻ പച്ച പിടിക്കുമെന്ന്. എന്നാലും നീ ഇത്ര പെട്ടെന്ന് പച്ച പിടിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. നീ അളിയ വന്നിട്ട് പോയാ മതി. അല്ല, അത് വേണോ? ഇനി നീ എന്തിനാ ചേട്ടനെ പേടിക്കുന്നേ? ദേ ചേട്ടൻ വന്നല്ലോ. ആഹാ, നീ മൊബൈൽ ഓഫ് ചെയ്തിട്ട് ഇവിടെ ഒന്നിരിക്കണ. എടാ, നിന്നെ സഹായിച്ച എന്നോട് ചെന്ന് ഇത് ചെയ്യണോടാ. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി എന്ന് കരുതി ആ പണമായിട്ട് നീ മുങ്ങാമോ? നിന്റെ അളിയൻ ആ കാശ് തരാമെന്ന് പറഞ്ഞപ്പോഴാ എൻ്റെ ശ്വാസം നേരെ വീണത്. നിനക്ക് ഇയാള് പറഞ്ഞത് വല്ലതും മനസ്സിലായോ? ഇല്ല. നിന്റെ ആങ്ങളുടെ വീരഗാഥയാ. എന്തിനാടാ ഈ വക പരിപാടിക്ക് നടക്കണത്? ചേട്ടൻ എന്തിനാ ഒരു കാര്യമില്ലാതെ അവനെ വഴക്ക് പറയുന്നത്? ഒരു കാര്യമില്ലാതെ. ദാ എന്റെ വള കണ്ട, അവൻ പണയം വെക്കാൻ കൊണ്ടുവരുന്നതാ. അതിപ്പോ അവൻ എടുപ്പിച്ചു കൊണ്ടുവന്ന് തന്നു. ആ അവനെയാണോ നിങ്ങളിപ്പോ വഴക്ക് പറയണത്? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവന് പണമോ സ്വർണമോ ഒന്നും കൊടുക്കരുതെന്ന്. ഇനി ഇവൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഗൾഫിൽ എവിടെയായിരുന്നോ ഇവൻ, അവിടേക്ക് തന്നെ വിസ ശരിയാക്കിയിട്ടുണ്ട്. പോയിക്കോളണം അങ്ങോട്ട്. മനസ്സിലായോടാ? നീ വളയങ്ങന്നേ തങ്കച്ചൻ വാ. ഞാനിവിടെ ഉണ്ട് പെങ്ങളെ. പെങ്ങളെ എന്നോട് ക്ഷമിക്കണം. എടാ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. പെങ്ങള് പറ. നിനക്ക് ഇന്ത്യ പറ്റൂലടാ. നീ ഇന്ത്യയിൽ നിന്നാ ഞാൻ ചേട്ടന്റെ തല്ലുകൊണ്ട് ചാവും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി. 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.